ഓൾറെഡി അഫോർഡബിലിറ്റി മുന്നിൽ കണ്ടുകൊണ്ടൊരു വണ്ടി ഇറക്കുക, ഒരു വർഷം കഴിഞ്ഞ് അതിനെ പിന്നെ അഫോർഡബിൾ ആക്കുക. അതാണ് ഇവിടെ ട്രയംഫ് ചെയ്തിരിക്കുന്നത്. ട്രയംഫ് എന്നല്ല, ട്രയംഫ് ബജാജ് കൂട്ടുകെട്ട് ചെയ്തിരിക്കുന്നത്. ഗൈസ്, ഇതാണ് ട്രയംഫ് ലൈനപ്പിൽ നിങ്ങൾക്ക് ഇന്ന് ഇന്ത്യയിൽ വാങ്ങാൻ പറ്റുന്നതിൽ ദ മോസ്റ്റ് അഫോർഡബിൾ ട്രയംഫ് മോട്ടോർ സൈക്കിൾ, ദ ട്രയംഫ് സ്പീഡ് T4. സ്പീഡ് 400 കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് സ്പീഡ് T4 ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങളെ പറ്റി പറയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളൊരു മാറ്റം വരുത്താനുണ്ട്. നിങ്ങളിൽ നമ്മുടെ ചാനൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ 80% ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മളുടെ യൂട്യൂബ് അനലിറ്റിക്സ് കാണിച്ചു തരുന്നത്. ഇതുപോലെയുള്ള വാഹനങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഹൈ ക്വാളിറ്റി റിവ്യൂസ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. വളർന്നാൽ മാത്രമേ പുതിയ വണ്ടികൾ നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു വിഷ്വൽ ക്വാളിറ്റിയിൽ എത്തിക്കാൻ സാധിക്കുള്ളൂ. സോ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരുന്നാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യുക. ഈ ഒരു വണ്ടി ട്രയംഫ് ബജാജ് ഡിസൈൻ ചെയ്തിരിക്കുന്നതും നിർമ്മിച്ചിരിക്കുന്നതും രണ്ട് കാര്യങ്ങൾ മെയിനായിട്ട് കണ്ടുകൊണ്ടാണ്. ഒന്ന്, മാക്സിമം അഫോർഡബിൾ ആക്കുക. രണ്ട്, ഇതിനെ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആക്കുക. നമുക്കറിയാം സ്പീഡ് 400 ഓൾറെഡി നല്ല ഒരു ഓൾറൗണ്ടർ ബൈക്കാണ്. പെർഫോമൻസിന് പെർഫോമൻസ്, എക്യുപ്മെൻറ്റ്സ്, കംഫർട്ടിന് കംഫർട്ട്, അങ്ങനെയുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ നീഡും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിക്കാണ് സ്പീഡ് 400 അവർ ഇറക്കിയത്. എന്നാൽ അതിലും കുറച്ചും കൂടെ ആളുകളെ കംഫർട്ടിലേക്ക് കൊണ്ടുവരിക. പ്രത്യേകിച്ച് ഈ ഒരു വാഹനത്തെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ കുറച്ചും കൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള റൈഡേഴ്സിന് വേണ്ടിയിട്ടാണ്. തെറിച്ച് നിൽക്കുന്ന പെർഫോമൻസിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് ശാന്തമായിട്ടുള്ള ഒരു പെർഫോമൻസും അതിനോടൊപ്പം തന്നെ ഡെയിലി യൂസിന് വേണ്ടിയിട്ടുള്ള കംഫർട്ടും കിട്ടുക എന്നുള്ള രീതിക്കാണ് ഇതിനെ ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്നും ആ ഒരു USD 4 മാറ്റിയിട്ട് ഒരു നോർമൽ ടെലസ്കോപ്പിക് സസ്പെൻഷൻ കൊടുത്തതും ബ്രേക്ക് സെറ്റപ്പ് അത്രയ്ക്ക് ഒരു അഡ്വാൻസ്ഡ് നിന്ന് മാറ്റിയിട്ട് കുറച്ചും കൂടെ ഒരു സിംപ്ലർ സെറ്റപ്പിലേക്ക് മാറ്റിയിരിക്കുന്നത്. കാരണം ഇതിൽ നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് ഫ്ലോട്ടിംഗ് ടൈപ്പ് 2 piston ബ്രേക്ക് സെറ്റപ്പാണ്. എന്നാൽ നേരത്തെ ഉണ്ടായിരുന്നത് റേഡിയൽ ടൈപ്പാണ്. അപ്പോൾ റേഡിയലിൻ്റെ ഗുണം എന്താണ്? നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ആ ഒരു സ്റ്റോപ്പിംഗ് പവറും ഇനിഷ്യൽ ബൈറ്റും ഫീഡ്ബാക്കും ഒക്കെ തന്നെ റൈഡറിലേക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അത് കുറച്ചും കൂടെ നമ്മൾ സ്പോർട്ടി ആയിട്ട് കുറച്ചുകൂടെ വാഹനത്തെ പുഷ് ചെയ്ത് ഓടിക്കുമ്പോഴത്തേക്കാണ് ആ അഡ്വാൻറ്റേജസ് ഒക്കെ തന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. എന്നാൽ ഇതുപോലെയുള്ളൊരു സെറ്റപ്പ് നമ്മുടെ ഡെയിലി യൂസിനും ക്രൂസിങ്ങിനും ടൂറിങ്ങിനും വേണ്ടിയിട്ടൊക്കെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. മാത്രമല്ല ഇതിനാണ് കുറച്ചും കൂടെ കോസ്റ്റ് കുറവും വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഓവറോൾ കോസ്റ്റ് പിടിച്ചു നിർത്താൻ ഈ രണ്ട് കമ്പോണൻസിൻ്റെ മാറ്റത്തോട് തന്നെ ബജാജിനെ കൊണ്ട് ഒരു വലിയ പരിധി വരെ സാധിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ചേഞ്ചാണ് ടയറിൽ വന്നിരിക്കുന്നത്. അത് അവർ ആ ഒരു ഇനീഷ്യൽ കോസ്റ്റിനെ പിടിച്ചു നിർത്തുക എന്നുള്ളത് കൊണ്ട് മാത്രം വരുത്തിയിരിക്കുന്നതാണ്. കാരണം ഇതിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ നൈലോൺ ടയേഴ്സാണ്. നേരത്തെ ഉള്ള അല്ലെങ്കിൽ സ്പീഡ് 400 ഉണ്ടായിരുന്നത് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള റേഡിയൽ ടയേഴ്സാണ്. മാത്രമല്ല ഇപ്പോൾ അതായത് 25 മേക്ക് ഇയർ വാഹനങ്ങളിൽ വരുന്നത് വെഡസ്ട്രിയൻ്റെ ടയേഴ്സുമാണ്. സോ ഒരു പ്രീമിയം ക്വാളിറ്റി ടയർ സെറ്റപ്പാണ് നമുക്ക് സ്പീഡ് 400 വരുന്നത്. എന്നാൽ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങളൊരു 50-60 സ്പീഡിലൊക്കെ പോകുമ്പോഴത്തേക്ക് വേണ്ട ഗ്രിപ്പും നമുക്ക് ടൂറിംഗ് ടൈമിൽ വേണ്ട ഗ്രിപ്പും ഒക്കെ തന്നെ ഓഫർ ചെയ്യുന്ന തരത്തിലുള്ള ഇച്ചിരി ഡ്യൂറബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ലോങ് ലൈഫ് കിട്ടുന്ന പൈസ കുറഞ്ഞ ടയർ സെറ്റപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. MRFൻ്റെ ആണ്. ഈസി ആയിട്ട് ഇത് വേറെ ആയിട്ടാകുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോറൂമിൽ ഇറക്കി അപ്പോൾ തന്നെ വേറൊരു ടയറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഗ്രിപ്പ് പെർഫോമൻസ് ഇൻക്രീസ് ആയി കിട്ടുന്നതായിരിക്കും. അടുത്ത ചേഞ്ചാണ് എഞ്ചിനിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സെയിം 398 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് DOC എഞ്ചിൻ ആണെങ്കിൽ കൂടിയും ഇതിന് പവറും ടോർക്കും കുറവാണ്. പവർ എന്ന് പറയുമ്പോൾ ഏകദേശം 9 bhp ഇതിന് കുറവാണ്. സ്പീഡ് 400 നമുക്ക് 40 bhp ആണ് കിട്ടുന്നതെങ്കിൽ ഇതിൽ വെറും 31 bhp മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അതും 1000 RPM എയർലിയർ ആയിട്ടാണ് കിട്ടുന്നത്. 7000 RPMലാണ് ഈ ഒരു എഞ്ചിൻ ഇതിൻ്റെ മാക്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ടോർക്കിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.5 Nm ടോർക്ക് ഈ ഒരു വാഹനത്തിന് കുറവാണ്. ഇതിന് 36 Nm ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതും 5000 RPM. എന്നാൽ സ്പീഡ് 400ലേക്കോ അല്ലെങ്കിൽ സ്ക്രാംബ്ലറിലേക്കോ ഒക്കെ പോകുന്ന സമയത്തേക്ക് അത് 37.5 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്തും അതും 6500 RPM. ഓൺ പേപ്പർ സ്പെക്കിൽ പവറിലും ടോർക്കിലുള്ള ഈ ഒരു ചേഞ്ച് മാത്രമല്ല, ഈ ഒരു ടോർക്കും പവറും വാഹനം നമുക്ക് ഡെലിവറി ചെയ്യുന്ന രീതിയിലും നല്ല രീതിക്കുള്ള ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് സ്പീഡ് 400നേക്കാളും കുറേ കൂടെ ശാന്തനായിട്ടുള്ള ഒരു ബൈക്കായിട്ട് നമുക്ക് ഈ ഒരു T4 ഫീൽ ചെയ്യുന്നതായിരിക്കും. കാരണം എഫേർട്ട്ലെസ് ആയിട്ട് ഇത് ടോർക്ക് ഡെലിവറി നടത്തും. അതുകൊണ്ട് തന്നെ സിറ്റി ട്രാഫിക്കിൽ നമ്മൾ ഓടിക്കുമ്പോഴത്തേക്ക് ഹയർ ഗിയേഴ്സിലാണെങ്കിൽ കൂടി നല്ലൊരു ആക്സലറേഷൻ, സ്മൂത്ത് ആയിട്ടുള്ള ആക്സലറേഷൻ കിട്ടാനായിട്ട് ഇത് സഹായിക്കും. അതേപോലെ എഞ്ചിൻ നോക്കിങ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ഓടിച്ചുകൊണ്ട് നടക്കാനും സാധിക്കുന്നതാണ്. ഇത് അച്ചീവ് ചെയ്യാനായിട്ട് ഇതിൻ്റെ എഞ്ചിൻ ഹെഡറിലും ഗിയറിങ്ങിലും അതുപോലെ തന്നെ ക്രാങ്ക് ഷാഫ്റ്റിലും ഒക്കെ തന്നെ ട്രയംഫ് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഈ ഒരു വ്യത്യാസങ്ങൾ ഇവർക്ക് അച്ചീവ് ചെയ്യാനും സാധിച്ചിരിക്കുന്നത്. മാത്രമല്ല ഫ്യൂൽ എഫിഷ്യൻസിയിലും ഇത് പ്രകടമാണ്. സ്പീഡ് 400നേക്കാളും ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ് T4 എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. ഏകദേശം 5 കിലോമീറ്ററിൻ്റെയെങ്കിലും വ്യത്യാസം നമുക്ക് മൈലേജിൽ കിട്ടുന്നതായിരിക്കും. അതും ഇതിനെ ലോങ് ടൂറിങ് സമയത്തും സിറ്റി ട്രാഫിക്കിൽ ഓടിക്കുന്ന സമയത്തും ഒക്കെ തന്നെ കുറച്ചും കൂടെ നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടി സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഹീറ്റിങ്ങിൻ്റെ കാര്യം നിങ്ങൾ പലരും കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം. ഒരു 400 cc സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. ലിക്വിഡ് കൂളിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടി നമുക്ക് ഹീറ്റ് ഇതിൽ നിന്നും ഫീൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരിക്കലും നിങ്ങൾ ഒരു 200 cc ബൈക്ക് ഓടിക്കുന്നതിൻ്റെ ലാഭത്തോടെ ഒരു 400 cc
നോക്കാൻ പോകരുത്. എന്നാൽ സീറ്റിലേക്ക് കയറിയിട്ട് റൈഡർക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന രീതിക്കുള്ള ഒരു ഹീറ്റിംഗ് നിങ്ങൾ ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നിങ്ങൾ കാഷ്വൽ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇത് സിറ്റിയിലൂടെയൊക്കെ ഓടിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മുടെ സൈഡിൽ പ്രത്യേകിച്ച് കാലിൻ്റെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ തന്നെ ചൂടടിച്ചിട്ട് അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്തേക്കാം. അത് നിങ്ങൾ ഇതെന്നല്ല ഏതൊരു ഹയർ കപ്പാസിറ്റി എഞ്ചിനുള്ള ബൈക്ക് ഓടിച്ചാലും അത്തരത്തിലുള്ളൊരു ഹീറ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. സീറ്റിലേക്ക് കയറുമ്പോൾ മാത്രമാണ് നമുക്ക് അതിനെ ഓവർ ഹീറ്റിംഗ് ആയിട്ട് കാണാനും അതുപോലെ തന്നെ നമുക്കൊരു ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന രീതിക്കുള്ള ഹീറ്റിംഗ് ആയിട്ട് കണക്കാക്കാനും സാധിക്കുള്ളൂ. ആ ഒരു കാര്യം നോക്കുമ്പോഴത്തേക്ക് ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ്. 6 സ്പീഡ് ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് ആണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. വളരെ സ്മൂത്ത് ഷിഫ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ക്രിസ്പ് പോസിറ്റീവ് ഷിഫ്റ്റ് ഫീഡ്ബാക്ക് തരുന്ന ഗിയർ ഷിഫ്റ്റുകളാണ് വരുന്നത്. മാത്രമല്ല ഓരോ ഗിയറിലും നമ്മുടെ ആ ഒരു ടോർക്ക് ഡെലിവറി എന്ന് പറയുന്നത് സ്പീഡ് 4നേക്കാളും നല്ല രീതിക്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന ഈ ഒരു വാഹനത്തിലാണ്. പ്രത്യേകിച്ച് ലോ സ്പീഡ്സിൽ നമ്മൾ സിറ്റിയിൽ ഓടിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ നാട്ടുമ്പുറത്തുള്ള റോഡുകൾ ഓടിക്കുന്ന സമയത്താണെങ്കിലും പെട്ടെന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് കൈ കൊടുത്തു കഴിഞ്ഞാലും നോക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ടോർക്ക് ഡെലിവറിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡൗൺ ഷിഫ്റ്റ് ആണെങ്കിലും അപ്പ് ഷിഫ്റ്റ് ആണെങ്കിലും നല്ല സ്മൂത്ത് ആയിട്ടും നമുക്ക് ഫീൽ ചെയ്യാം. ക്ലച്ച് പുള്ളും ഒരു 400cc സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് വളരെ ലൈറ്റ് ആയിട്ടാണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എവറി ഡേ എത്ര കിലോമീറ്റർ വേണമെന്നുണ്ടെങ്കിലും ട്രാഫിക്കിലായിക്കോട്ടെ അല്ലെങ്കിൽ ഹൈവേസിലായിക്കോട്ടെ നമുക്ക് വലിയ മടുപ്പൊന്നും ഇല്ലാണ്ട് ഓടിച്ചുകൊണ്ട് നടക്കാവുന്ന രീതിക്കാണ് ഇതിൻ്റെ ആ ഒരു എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് സെറ്റപ്പ് മൊത്തത്തിൽ ട്രയംഫ് കൊടുത്തിരിക്കുന്നത്. റിഫൈൻമെൻറ്റ് കാര്യത്തിൽ ഏറ്റവും പേരെടുത്ത ഒരു 400cc എഞ്ചിനാണ് ഈ ഒരു ട്രയംഫിൻ്റെ 400cc എഞ്ചിൻസ് എന്ന് പറയുന്നത്. ആ ഒരു റിഫൈൻമെൻറ്റ് നമുക്ക് ഇതിലും കാണാൻ സാധിക്കും. എന്നാൽ നിങ്ങളിത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടും വൈബ്രേഷൻ ഇല്ലാത്ത ഒരു എഞ്ചിൻ ഒന്നും വിചാരിക്കില്ല. ഒരു സിംഗിൾ സിലിണ്ടർ 400cc ആണിത്. അതിൻ്റേതായിട്ടുള്ള ബസിനസ് നമുക്ക് ചില RPM റേഞ്ചുകളിൽ ഇതിലും ഫീൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഒരു ഇതിൻ്റെ ഏറ്റവും സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഒരു 3000 RPM തൊട്ട് ഒരു 6000 RPM വരെയാണ്. ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു പെർഫോമൻസിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടും. അതിന് താഴേക്ക് പോയാലോ അതിന് മുകളിലേക്ക് പോയാലോ ചെറിയ രീതിക്കുള്ള ഒരു വൈബ്രേഷൻസ് നമുക്ക് പ്രത്യേകിച്ച് ഫുഡ് പെക്കിലും അതുപോലെ തന്നെ ടാങ്കിൻ്റെ സൈഡിലും ഒക്കെ തന്നെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അധികം എനിക്ക് അങ്ങനെ ഹാൻഡിൽ ബാറിലോട്ട് വന്ന് തോന്നിയില്ല ലോവർ റെപ്സിൽ. എന്നാൽ നിങ്ങൾ നന്നായിട്ട് കൈ കൊടുത്ത് ഓടിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ബസിനസ് അവിടെ ഇവിടെ എല്ലായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു 400cc എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. ഇനി മൈലേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 30 മുതൽ 35 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ഏറ്റവും കൂടിയ മൈലേജ് ആയിട്ട് ട്രയംഫ് ക്ലെയിം ചെയ്യുന്നത്. ഹൈവേസിൽ നിങ്ങൾ ഒരു കംഫർട്ടബിൾ ക്രൂസിംഗ് സ്പീഡ് എന്ന് പറയുന്നത് ഒരു 100 to 110 നിങ്ങൾ ക്രൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പറയുന്ന പോലത്തുള്ള ഒരു 35 മൈലേജ് ഫിഗേഴ്സ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ സിറ്റീസിലും നമ്മുടെ നോർമൽ റൈഡിംഗ് കണ്ടീഷൻസിലൊക്കെ തന്നെ നമ്മളൊരു മര്യാദയ്ക്കാണ് ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ 25-നും 30-നും ഇടയ്ക്കായിരിക്കും ഈ ഒരു വാഹനത്തിന് മൈലേജ് കിട്ടുന്നത്. സിംഗിൾ സിലിണ്ടർ എഞ്ചിനുള്ള ബൈക്കുകളിൽ വൺ ഓഫ് ദ സ്വീറ്റ് സൗണ്ടിങ് ബൈക്കുകൾ ഒന്നാണ് ഈ കാണുന്ന ട്രയംഫ് സ്പീഡ് T4 എന്ന് പറയുന്നത്. ഞാനത് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യും. അപ്പോൾ എൻജിൻ പെർഫോമൻസിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനിയും ഈ ഒരു വണ്ടി നോക്കുന്ന ആളുകൾ കംഫർട്ടിന് വേണ്ടിയിട്ടാണ്. സോ ഇനി അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. കയറി ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 179 സെൻറ്റിമീറ്ററാണ്. എൻ്റെ അത്ര ഹൈറ്റ് ഉള്ള ഒരാൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഈ ഒരു വാഹനത്തിൽ നിന്ന് 2 കാലും തറയെ കുത്തി ഇതിലിരിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ടോളർ റൈഡേഴ്സിന് ഇതൊരു വലിയ പ്രശ്നമാകാനേ പോകുന്നില്ല. കാരണം നിങ്ങൾക്ക് ആ ഒരു വലിയ വണ്ടിയിൽ ഇരിക്കുന്ന ഒരു ഫീൽ തരുന്നുണ്ട്. മാത്രമല്ല എങ്ങും കാല് തട്ടുന്നതായിട്ടുള്ള ഒരു ഇഷ്യൂ ഇതിൽ വരുന്നില്ല. കാലും ഒത്തിരി മടങ്ങിയല്ല നമുക്കിതിലിരിക്കുന്നത്. ഓൾമോസ്റ്റ് സെൻറ്റർ സെറ്റായിട്ടാണ് ഇതിൻ്റെ ഫുഡ് പെക്ക് പൊസിഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ലോവർ ബോഡിയും അപ്പർ ബോഡിയും ഒരു എന്താ പറയേണ്ടത് ഒരു 60 to 70% സ്പോട്ടിൽ മാത്രമാണ് നമ്മൾ ഇരിക്കുന്നത്. ഫുള്ളി കമ്മിറ്റഡ് അല്ല, എന്നാൽ ഒത്തിരി റിലാക്സ്ഡ് ആയിട്ടൊരു ക്രൂസർ ബൈക്കിൻ്റെ പോലെ അല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിറ്റി ട്രാഫിക്കിൽ ഓടിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള റോഡുകളിൽ കൂടി ഓടിക്കുമ്പോഴാണെങ്കിലും ഈ ലോങ് ഹൈവേ ടൂർസിനാണെങ്കിൽ കൂടി നമുക്ക് ഒട്ടും ബോറടിക്കാത്ത രീതിക്കുള്ള ഒരു സീറ്റിംഗ് പോസ്റ്ററാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സെയിം ടൈം നമ്മൾ കംഫർട്ടബിളുമാണ് ഇതിൽ. സീറ്റ് കംഫർട്ട് കൂട്ടാനും വേണ്ടിയിട്ട് ഇതിൻ്റെ പാഡിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട് ട്രയംഫ്. പ്രത്യേകിച്ച് പില്യൺ സീറ്റിന് വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 10 mm വരെ പാഡിങ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോങ് ജേണീസൊക്കെ നിങ്ങൾ പില്ലനെ വെച്ച് പോകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും ഈ ഒരു ബൈക്കിൽ പില്ലൻ എന്ന് പറയുന്നത്. മാത്രമല്ല 2 പേർ ഇരിക്കാനും വേണ്ടിയുള്ള സ്പേസും ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു ഗ്രാബ് റെയിലും ബാക്കിൽ വരുന്നുണ്ട്. ഇനി സസ്പെൻഷൻ്റെ ഭാഗത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാനിതിൽ ഡിസപ്പോയിൻറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു റൈഡിങ് സ്റ്റൈൽ വെച്ചിട്ട് ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ്. കുറച്ചും കൂടെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് സ്പീഡ് 400 അല്ലെങ്കിൽ സ്ക്രാംബ്ലറോ ആയിരിക്കും. കാരണം ഇതിൽ വരുന്നിരിക്കുന്ന സസ്പെൻഷൻ എന്ന് പറയുന്നത് എൻ്റെ ലൈക്കിങ്ങിനേക്കാളും ഭയങ്കര സോഫ്റ്റ് സസ്പെൻഷനാണ്. അപ്പോൾ സോഫ്റ്റ് സസ്പെൻഷൻ ഇഷ്ടമുള്ള ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് സസ്പെൻഷനാണ് ഇതിൽ ട്രയംഫ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ കുറച്ച് സ്പോർട്ടി ആയിട്ട് ഓടിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ്, നിങ്ങൾക്ക് ആ വണ്ടിയിൽ നിന്നുള്ള ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നല്ല രീതിക്ക് വേണം എന്നാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇതിനേക്കാൾ
ഇതിനേക്കാളും നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തരാൻ സാധിക്കുന്നത് സ്പീഡ് 400 ആണ്. അത് നിങ്ങൾ ഒന്ന് ഓടിച്ച് നോക്കുന്നത് ബെറ്റർ ആയിരിക്കും. എത്ര അൺഈവൻ ആയിട്ടുള്ള റോഡ് കൊടുത്താലും എത്ര ഗട്ടറുള്ള റോഡ് കൊടുത്താലും വളരെ കംഫർട്ടബിൾ ആയിട്ട് അടിപ്പോ തെറിപ്പോ ഒന്നും തന്നെ അധികം റൈഡറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്ട് ഇരിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ സസ്പെൻഷൻ സെറ്റപ്പ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എനിക്ക് ഫീൽ ചെയ്തത് ഞാനൊരു പില്ലിനെയും കൂടെ വെച്ച് ഓടിക്കുന്ന സമയത്താണ്. അബവ് 60 km/h സ്പീഡ്സിലാണ് നിങ്ങൾ അൺഈവൻ റോഡുകളിൽ കൂടെ പോകുന്നതെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് വേവ് ചെയ്ത് കളിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് ഫ്രണ്ട് സസ്പെൻഷൻ, നമുക്ക് ഫ്രണ്ട് വീലി എന്നുള്ളൊരു ഫീഡ്ബാക്കേ കിട്ടാത്ത രീതിക്കാണ് ആ ഒരു ഫ്രണ്ട് സസ്പെൻഷൻ്റെ സോഫ്റ്റ്നെസ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഹാർഡ് ബ്രേക്കിംഗ് സിറ്റുവേഷൻസിലും കോർണർ എടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് വരുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വളരെ കുറവാണ് ബിക്കോസ് ഓഫ് ദാറ്റ് സോഫ്റ്റ് സസ്പെൻഷൻ. ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം നല്ല ഒരു നോസ് ഡൈവ് ഇതിൽ ഫീൽ ചെയ്തായിരുന്നു. മാത്രമല്ല ടയറിൻ്റെ ഗ്രിപ്പ് നമുക്ക് റീഡ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം ഞാൻ പറയുന്നത് നിങ്ങളൊരു അഡ്വാൻസ്ഡ് ലെവൽ റൈഡർ ആണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ്. നിങ്ങൾ സ്പോർട്സ് റൈഡിങ് ചെയ്യുന്ന ഒരാളാണെന്നെങ്കിൽ നിങ്ങൾ മിസ് ഔട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ തികച്ചും നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിലോ ഒരു ഇൻ്റർമീഡിയറ്റ് നോർമൽ റൈഡർ ആണെന്നുണ്ടെങ്കിലോ ഈ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങളെ ബോധർ ചെയ്യുന്ന കാര്യമായിരിക്കില്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കാൻ പോകുന്നത് ഇതിൻ്റെ ആ ഒരു റൈഡ് ക്വാളിറ്റി തന്നെയായിരിക്കും. വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് എതിലെ വേണമെന്നുണ്ടെങ്കിലും ഓടിച്ചുകൊണ്ട് പോകുന്ന രീതിക്കാണ് ഇതിൻ്റെ ആ ഒരു കംഫർട്ട് ലെവൽ വരുന്നത്. അതുപോലെ തന്നെ ഹൈവേസിൽ നമ്മൾ ഹൈ സ്പീഡ്സിൽ ക്രൂസ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ ഒരു ഷാസിയും ഈ ഒരു സസ്പെൻഷൻ സെറ്റപ്പുമായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലേക്കും ടയേഴ്സിൽ നിന്നുള്ള ഗ്രിപ്പിൻ്റെ കാര്യത്തിലേക്കും വരികയാണെന്നുണ്ടെങ്കിൽ രണ്ടിലും ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇതിലിപ്പം നൈലോൺ ടയേഴ്സാണ് വരുന്നത്, അതും MRFൻ്റെ അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ഒരു ടയറാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോർമൽ ഡ്രൈ കണ്ടീഷൻസിൽ ഓക്കെയാണ് ഇതിൻ്റെ ഗ്രിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോർമൽ നമ്മുടെ ടൂറിങ്ങിനൊക്കെ തന്നെ ഓക്കെ ആയിട്ടുള്ളൊരു ടയറാണ്. എന്നാൽ നിങ്ങൾ ഈ ഒരു ബൈക്കിനെ ഒരു 400cc ബൈക്കിൻ്റെ രീതിക്ക് പുഷ് ചെയ്ത് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ ഗ്രിപ്പ് പോരാന്നുള്ളത് തന്നെ തോന്നും. അത് ബ്രേക്കിങ്ങിൽ തോന്നും, കോർണറിങ്ങിൽ തോന്നും. മെയിനായിട്ട് ഈ രണ്ട് സിറ്റുവേഷൻസിലാണ് നമുക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ ബ്രേക്കിങ്ങിൽ വന്നിരിക്കുന്ന ഒരു ലാഗ് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ നമുക്കിപ്പോൾ നോർമൽ ആക്ച്വൽ കാലിപ്പറാണ് കൊടുത്തിരിക്കുന്നത്, അതും ഓർഗാനിക് പാർട്സോട് കൂടിയിട്ട്. എന്നാൽ സ്പീഡ് 400 നമുക്കത് റേഡിയൽ കാലിപ്പർ വിത്ത് സിൻറ്റേഡ് പാർട്സ് ആയിരുന്നു. സോ ഡേ ആൻഡ് നൈറ്റ് ഡിഫറൻസ് നിങ്ങൾക്ക് ആ ബ്രേക്കിംഗ് ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് കോൺഫിഡൻസിലൊക്കെ തന്നെ തോന്നിക്കും. പക്ഷേ ആദ്യം മുതലേ ഞാൻ പറയുന്ന പോലെ തന്നെ ഈ ഒരു ബൈക്ക് അങ്ങനെ ഫുൾ പൊട്ടൻഷ്യൽ എന്നുള്ളൊരു സാധനം മുന്നിൽ കണ്ടല്ല ഉണ്ടായിരിക്കുന്നത്, കംഫർട്ട് തന്നെയാണ്. അപ്പോൾ ആ കംഫർട്ട് ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇത് ഒരു ഓക്കെ സെറ്റപ്പാണ് ഈ ഒരു ബൈക്കിന്. എന്നാൽ ഈ ഒരു ബൈക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ പെർഫോമൻസ് പിന്നീട് ഒന്ന് കുറച്ച് കൂട്ടണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞുള്ള ഫ്രണ്ട് ഓർഗാനിക് മാറ്റിയിട്ട് സിൻറ്റേഡ് ഇടുക. അതുപോലെ തന്നെ ടയേഴ്സ് മെയിനായിട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്യുക. കുറച്ചും കൂടെ ഗ്രിപ്പുള്ള ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ടയർ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നിങ്ങളുടെ ബ്രേക്കിങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡ്ലിങ്ങും ഇമ്പ്രൂവ് ആകാനായിട്ട് അത് സഹായിക്കുന്നതാണ്. അതേപോലെ നമുക്ക് ഡുവൽ ചാനൽ ABSൻ്റെ ആ ഒരു സേഫ്റ്റിയും വരുന്നുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മൾ പ്രൈസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതാണ് ഇതിൻ്റെ മറ്റൊരു ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും അഫോർഡബിൾ ട്രയംഫ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രൈസ് റേഞ്ചും ആ ഒരു രീതിക്ക് തന്നെ വരണം. അതായത് 2.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ട്രയംഫ് വാങ്ങണമെന്നാണ് പ്ലാനെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു മോട്ടോർ സൈക്കിളാണ് ഇതെന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് ഏകദേശം വരുന്നത് 1,99,990 രൂപയാണ്. സോ അതായത് 2 ലക്ഷം രൂപയ്ക്ക് താഴെ എക്സ്ഷോറൂം വരുന്ന ഒരു വാഹനമായതുകൊണ്ട് തന്നെ നമുക്ക് ആ ടാക്സ് ബെനിഫിറ്റ് അവിടെ ആപ്ലിക്കബിൾ ആണ്. എന്നാൽ സ്പീഡ് എടുക്കാനാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 2 ലക്ഷത്തിന് മുകളിലായതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ആ ഒരു ടാക്സ് അതിനെ അഫക്റ്റ് ചെയ്തിട്ട് വീണ്ടും അതിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ബജാജ് ട്രയംഫ് ഈ ഒരു വാഹനത്തെ അങ്ങനെ തന്നെ ഇറക്കിയിരിക്കുന്നത്. പ്രൈസ് കട്ടിങ്ങിനായിട്ട് ഇതിൽ ഒരുപാട് കുറവുകൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ആ ഒരു കുറവുകൾ പ്രത്യേക ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന് വേണ്ടിയിട്ടാണ് വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കതിനെ കുറവായിട്ട് വിളിക്കാൻ സാധിക്കില്ല. ഇറ്റ്സ് എ ഓക്കെ ഡീൽ എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. 400cc ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഇന്ത്യൻ റൈഡിങ് കണ്ടീഷൻസിൽ 400cc വരെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഏത് ഉപയോഗത്തിനും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരാം, അതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പവർ ലാഗും ഫീൽ ചെയ്യാം. എന്നാൽ 400 എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ റോഡ് കണ്ടീഷൻസിന് വേണ്ടിയുള്ള ഒരു ഐഡിയൽ എഞ്ചിൻ കപ്പാസിറ്റി എന്ന് വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ബൈക്കാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സ്പീഡ് T4 ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളൊരു യങ് പ്രൊഫഷണൽ ആണ്, എന്ന് നിങ്ങൾക്ക് ജോലിക്ക് പോകണം, ഒരു 10-50 കിലോമീറ്ററിനുള്ളിലാണ് നിങ്ങളുടെ ഡെയിലി കമ്മ്യൂട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് എൻജോയ് ചെയ്ത് എന്നും ജോലിക്ക് പോയിട്ട് തിരിച്ചു വരാൻ സാധിക്കുന്ന ഒരു വാഹനമാണിത്. പില്ലിനെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പറ്റിയൊരു മോട്ടോർ സൈക്കിളാണിത്. അതുപോലെ തന്നെ വീക്കെൻഡ് ലോങ് ടൂർസ് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്കും പറ്റിയൊരു മോട്ടോർ സൈക്കിളാണിത്. ബിഗിനേഴ്സ് ഇത് എടുക്കണോ വേണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവാം. ബിഗിനേഴ്സ്, കംപ്ലീറ്റ് ബിഗിനേഴ്സ്, അതായത് നിങ്ങൾ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചിട്ടൊരു ബൈക്കിലേക്ക് വരുന്നവർ ഒരിക്കലും ഇത് എടുക്കരുതെന്നായിരുന്നു ഞാൻ എല്ലാവരോടും പറയാം. പക്ഷേ ഒരു 100cc അല്ലെങ്കിൽ ഒരു 150cc എങ്കിലും കുറച്ച് ഓടിച്ച് ശീലമുള്ള എന്നാൽ അധികം ബൈക്ക് റൈഡിങ്ങിലേക്ക് ഇതുവരെ കടന്നു വരാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കുക ആദ്യം പയ്യെ. എനിക്ക് ഉറപ്പാണ് നിങ്ങളെ അങ്ങനെ പേടിപ്പിക്കുന്ന രീതിക്കുള്ള പവർ ഡെലിവറിയോ കാര്യങ്ങളൊന്നും തന്നെ ഇത് ആദ്യമേ തരില്ല. എന്നാൽ നമ്മളൊന്ന് പവർ വേണമെന്ന് കണ്ട് കൈ കൊടുത്തു കഴിഞ്ഞാൽ വാരിക്കോരി ടോർക്കും പവറും തരുന്ന രീതിക്കാണ് ഈ ഒരു വാഹനത്തിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്. സോ അങ്ങനെ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ വളരെ ശാന്തനായിട്ടുള്ള ഒരു സൽസ്വഭാവിയായിട്ടുള്ള ബൈക്കാണ് ട്രയംഫ് സ്പീഡ് T4 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എ വെരി ബിഗ് താങ്ക്സ് ടു അജിൽ ബ്രോ, പുള്ളിയുടെയാണ് ഈ ഒരു ബൈക്ക് എന്ന് പറയുന്നത്. സോ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഞാൻ
ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ബൈക്കിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഓണർഷിപ്പ് സൈഡ് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചോദിച്ചറിയണം എന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കാവുന്നതാണ്. അപ്പം അത് നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ അത്രയൊക്കെയാണ് ഏറ്റവും പുതിയ ട്രയംഫ് സ്പീഡ് T4നെ പറ്റിയിട്ട് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഇത്രയും വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വാനോട്ട് കാണാൻ പറ്റുക. ഇറ്റ്സ് മീ നിജിൻ സൈനിങ് ഔട്ട്.